കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ. നെല്ലിന് ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നെല്ലിന്റെ പൈസ പോലും കിട്ടാത്ത ഒരു അവസ്ഥ. ജയിക്കട്ടെ ജയിക്കട്ടെ, ഇപ്പം മരണമൊക്കെ തിരിഞ്ഞു വരട്ടെ. ജയിക്കുവാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. UDF ആണ് ഇവിടെ അടുത്ത ഇലക്ഷന് ജയിക്കാൻ പോകുന്നത്. വികസനം നടക്കുമായിരിക്കും. ഇത്തവണ ഇപ്പം വികസനം ഒന്നും ഇല്ലല്ലോ, അല്ല വല്ലാത്ത രീതി കിടക്കുമല്ല റോഡുകളും. തോമസ് ആണ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഒന്ന് ഇങ്ങോട്ടൊക്കെ വരാറ് പോലില്ല. ഒരു വികസനം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ കുടിവെള്ളം മെയിൻ പ്രശ്നമാണ്. ഒരു പമ്പ് ഹൗസ് ഉണ്ടായിരുന്നു, അത് മോട്ടർ കേടായിട്ട് ജനങ്ങളെല്ലാം അവിടെ പിരിവിട്ട് മോട്ടർ പുതിയ മേടിച്ച് വെച്ചിരിക്കുക. തോമസ് ചാണ്ടി ആയിരുന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ വന്നപ്പോഴേ ആ രീതിക്കുള്ള പ്രവർത്തനം ഇച്ചിരി മോശമാണ്. ഡീപ്പിന്റെ തോമസ് എന്നിട്ട് ഇത്തവണ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അത് എൻ്റെ അഭിപ്രായമല്ല, പൊതുവെ ഒരു അഭിപ്രായമാണ് എൻ്റെ. മനുഷ്യരോട് ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രവർത്തന രീതി എന്ന് ഞാൻ വിചാരിക്കുന്നു. റജി ചെറിയാൻ പുള്ളി എല്ലാ മേഖലയിലും കുട്ടനാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടനാട്ട് വികസനം ഇതുവരെയും കുടിവെള്ളം ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും ഇവിടെ കുഴൽക്കിണറിലെ വെള്ളമായി ടൗണിൽ കൊടുക്കുന്നു. തോമസ് ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിന്നെ അതിനാ പുള്ളി ഉള്ള കാര്യം പറഞ്ഞാൽ കണക്കൊന്നുമില്ലല്ലോ. ഞാൻ LDF കാരനാണ്. ആരെയൊക്കെ ശരി ഉള്ള കാര്യം ഉള്ളത് പോലെ പറയും. യാതൊരു താല്പര്യമില്ല തോമസിനെ കൊണ്ട് കുറിച്ച് യാതൊരു താല്പര്യവും. ഇവിടെ നിൽക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോകത്തുള്ളൂ. താങ്ങായിട്ട് വരുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ രക്ഷപ്പെടുത്തൂ. ജയിക്കണം. കുട്ടനാടിനെ അറിയാവുന്നതും കുട്ടനാടിന് വേണ്ടി പ്രവർത്തിക്കുന്നതുമായ ഒരു MLA നമുക്ക് ആവശ്യമാണ്. പിന്നെ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടില്ല. നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. ജയിക്കും തീർച്ചയായിട്ടും 199% ഉറപ്പ്. എന്ന് വെച്ചാൽ LDF ഭരണത്തിന്റെ കാര്യക്ഷമത കൊണ്ട് തോമസിന്റെ ഭരണത്തെ പറ്റി പറയുവാണെങ്കിൽ വളരെ പരിതാപകരമാണ്. തോമസ് അനുസരിച്ചിട്ട് ഇവിടെ ഒരു പ്രയോജനമില്ല. ഈ അടുത്ത മകനിൽ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല. ഇപ്പം റജി ചെറിയാനാണെങ്കിൽ ഇപ്പം പുള്ളി ഒരു 2-3 വർഷമായിട്ട് ഇവിടെ വളരെ സ്വാധീനമായിട്ട് രംഗത്തുണ്ട്. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. കേരളമെങ്ങും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചർച്ചയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാർഷിക മേഖലയായ കുട്ടനാടിന്റെ മണ്ണിലാണ്. UDF സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്നത് കേരള കോൺഗ്രസിലെ റജി ചെറിയാനെയാണ്. കുട്ടനാട് മണ്ഡലത്തിൽ റജി ചെറിയാൻ മത്സരിച്ചാൽ എന്ന ചോദ്യമാണ് കുട്ടനാട് മണ്ഡലക്കാരോട് ഞാൻ ചോദിക്കുന്നത്. ഇനി ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. വികസനം നടക്കുമായിരിക്കും. ഇത്തവണ ഇപ്പം വികസനം ഒന്നും ഇല്ലല്ലോ, അല്ല വല്ലാത്ത രീതി കിടക്കുമല്ല റോഡുകളും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്, യാത്രാക്ലേശം ഭയങ്കരമാണ്. അപ്പം അടുത്ത ഒരു ഭരണം UDF വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ പോകും. UDF റജി ചെറിയാൻ വരും എന്നുള്ളതാണ് പറയുന്നത്. റജി ചെറിയാൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് നല്ല രീതിയിൽ പോകുമെന്ന് പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇത്തവണത്തെ ഭരണം UDFലോട്ടാണല്ലേ നിൽക്കുന്നത്. അപ്പോൾ UDF ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് പ്രതീക്ഷ. ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ MLAയുടെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. മികവുണ്ടോ? അതെന്തുകൊണ്ടാണ്? മികവെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ മറ്റു കാര്യങ്ങളിൽ ഒക്കെ തോമസ് ചാണ്ടി സാർ ചെയ്ത കണക്കുള്ള കാര്യങ്ങളൊന്നും ഈ കഴിഞ്ഞ MLA ചെയ്തിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്ത് പ്രശ്നം. അതൊരു വലിയൊരു പ്രശ്നം തന്നെ. ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ അത് ഹൃദയത്തിൽ തട്ടിയൊരു കാര്യമാണ്. സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ. മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നെല്ല് കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. നെൽകർഷകരുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിന് ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നെല്ലിൻ്റെ പൈസ പോലും കിട്ടാത്ത ഒരു അവസ്ഥ. രണ്ടാമത്തെ പ്രശ്നം. അതൊക്കെ കൊണ്ടുപോയിട്ടാണ് മികവെന്ന് പറഞ്ഞത്. MLAയുടെ മികവെന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് റജി ചെറിയാൻ സാറ് ജയിക്കുമെന്ന് ഞാൻ പറയാം എന്ന കാര്യം. 2-3 ഘടകങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞാൽ, ഒന്ന് ഈ ഒരു ഘടകം നെൽകർഷകരുടെ പ്രശ്നങ്ങൾ. കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നെൽകർഷകരുടെ പ്രശ്നങ്ങളാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് പ്രശ്നം. ഈ 2 പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് സ്ത്രീ ഹൃദയങ്ങളിലാണ് നിഷ്പക്ഷപതികളായ വോട്ടർമാർ UDF വോട്ട് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഘടകം വെച്ചാൽ ന്യൂനപക്ഷ വോട്ടുകൾ UDF വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ LDF പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ. ഈ പ്രാവശ്യം ആ ന്യൂനപക്ഷ വോട്ടുകൾ UDF വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജയിക്കുമെന്ന് പറയുന്നു. ഈ ഘടകങ്ങൾ 3 ഉള്ളതുകൊണ്ട് ജയിക്കുമെന്ന് പറയുന്നു. റജി ചെറിയാൻ എന്ന് പറഞ്ഞ വ്യക്തി സാധാരണക്കാർക്ക് ഇപ്പോൾ ആർക്കൊന്നും അറിയാൻ മേല. പുതിയതായിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നിട്ടുള്ളൊരു കക്ഷിയാണ് കേരള കോൺഗ്രസിനകത്ത്. അത് നേരത്തെ പുള്ളി NCP ആയിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങോട്ട് സജീവമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. സജീവമായിട്ട് രംഗത്ത് വരുമ്പോഴത്തേക്ക് ജനങ്ങളുമായിട്ടൊക്കെ പരിചയപ്പെട്ട് വരുമ്പോഴത്തേക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. ഈ ഘടകം പറഞ്ഞുകൊണ്ട് റജി ചെറിയാൻ. തോമസ് ആണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. തോമസ് ആണെങ്കിൽ
തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഒന്ന് ഇങ്ങോട്ടേക്ക് വരാറ് പോലില്ല, ഒരു വികസനം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. തകഴി പഞ്ചായത്തിന് വികസനം, തകഴി പഞ്ചായത്തിൽ ഒരുപാട് പുള്ളിക്ക് ഭൂരിപക്ഷം കിട്ടിയതാണ്, എന്നിട്ട് പോലും പുള്ളി തകഴി പഞ്ചായത്തിന് വികസനം കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ ഒരു പാലം വന്നിട്ടുണ്ട്, അത് പറയുന്നത് പുള്ളി കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നത്, എന്തോ ആണ് നമുക്കറിയില്ല. നേരത്തെ സാങ്ഷൻ ആയിരുന്ന പാലമാണ്. പിന്നെ കുടിവെള്ളം മെയിൻ പ്രശ്നമാണ്. ഞങ്ങളുടെ തകഴി 10-ാം വാർഡിൽ ഒരു പമ്പ് ഹൗസ് ഉണ്ടായിരുന്നു, അത് മോട്ടർ കേടായിട്ട് ഇന്ന് 5-6 ദിവസമായി. ഇപ്പോൾ ജനങ്ങളെല്ലാം അവിടെ പിരിവിട്ട് മോട്ടർ പുതിയ മേടിച്ച് വെച്ചിരിക്കുക, ഇന്ന് സെറ്റ് ചെയ്യാൻ പോകും. ഇപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. ജനങ്ങൾ പിരിവിട്ട് വാങ്ങേണ്ട അവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥ അല്ല? അതെ അതെ, സർക്കാർ സംവിധാനങ്ങൾ ശരിക്കും ചലിപ്പിക്കേണ്ടതല്ല. പഞ്ചായത്തിന്റെ ഫണ്ടാണെന്ന് വിചാരിച്ച് ജനങ്ങൾ പിരിവിട്ട് മേടിക്കുന്ന അവസ്ഥയായി. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ്? തോമസ് ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, പിന്നെ അതിനാ പുള്ളി ഉള്ള കാര്യം പറഞ്ഞ പിണക്കമൊന്നുമില്ലല്ലോ. ആ പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. തോമസ് എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തെ? അത് ഞങ്ങൾക്കറിയാം, പുള്ളിയോട് ചോദിക്കണം. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അന്ന് ഇലക്ഷന്റെ സമയത്ത് കണ്ട, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഈയിടെ കണ്ട കല്ലിട്ടിന് വന്നു, അത് പിന്നെ കണ്ടിട്ടില്ല. ഞാൻ LDF കാരനാ, കാര്യമൊക്കെ ശരി. ഞാൻ LDF കാരനാ, കാര്യമൊക്കെ ശരി. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. യാതൊരു താല്പര്യമില്ല തോമസിനെ കൊണ്ട് കുറിച്ച് യാതൊരു താല്പര്യം. ഇവിടെ നിൽക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോകത്തുള്ളൂ. കുട്ടനാട്ട് വേണ്ട, ഇവിടെ എന്തുമാത്രം വികസനങ്ങളുണ്ട്. ഇവിടെ ഒരു നല്ല പാർക്കിംഗ് ഉണ്ടോ? ഇടത്താ കണ്ട ഉറങ്ങി കിടക്കുന്നുണ്ടോ? ഒരു മനുഷ്യനുണ്ട്. ഒരു കടയിൽ ഒരു സാധനം വന്നൊരു വണ്ടി ഇട്ട് കഴിഞ്ഞാൽ വേറെ വണ്ടിക്കുള്ള സ്ഥലങ്ങളുണ്ടോ? ഇല്ല. മാർക്കറ്റിനാണ് നിങ്ങൾ ചെയ്യുന്നത് കാണാം. ഒരു മാർക്കറ്റാണോ അത്? വണ്ടി പാർക്കിങ്ങുള്ള സ്ഥലമായിരിക്കും. എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. കുട്ടനാട്ടെ കുറിച്ച് പറഞ്ഞാൽ ഇടത്താക്ക് ഒന്നും ചെയ്തിട്ടില്ല അവർ. UDF ഇവിടെ ചാൻസ് ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ റെജി ചിരൻ എന്ന് പറയുന്ന ഇവിടെ സാധാരണക്കാർ പറയുന്ന ഒരു പണച്ചാക്കാണെന്നുള്ളൊരു ഇതിലാണ് അവരെല്ലാം കാണുന്നത്. അത് എത്രത്തോളം വിജയകരമാകും? ചിലപ്പം വിജയിക്കാം, ചിലപ്പം പരാജയപ്പെടാം, നമുക്ക് പറയാൻ സാധിക്കില്ല. അത് മറ്റുള്ളവരുടെ പ്രവർത്തനം പോലിരിക്കും. LDF ഇവിടെ മോശമൊന്നുമല്ല. LDFനും നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് എന്ന് തന്നെ പറയാം. കാരണം പിന്നെ BJPയുടെ ആരോ പറയുന്ന കേട്ടു തുഷാർ വെള്ളാപ്പള്ളി നിൽക്കുമെന്ന്. പണ്ട് ഇവിടെ സുഭാഷ് വാസു നിന്നപ്പോഴത്തേക്ക് ഇവിടെ UDF ജയിക്കാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തോ തിരിമറിയിൽ അത് നടന്നില്ല. ഇവിടെ LDF ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും LDF ജയിക്കുന്നു. പക്ഷെ ഇനി തുഷാർ വെള്ളാപ്പള്ളി വരുന്നത് എനിക്ക് തോന്നുന്നില്ല പഴയ സുഭാഷ് വാസുവിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ BJPയുടെ വളർച്ച ഇവിടെ ഒരല്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. എങ്കിലും ചാൻസ് ഇപ്പോൾ ഏത് രീതി പറഞ്ഞാലും പണത്തിൻ്റെ പുറകെ പോയാൽ അങ്ങനെ ജയിക്കും. ആരാ? ഈ പറയുന്ന റെജി ചെറിയാൻ. ഇല്ലെങ്കിൽ LDF തന്നെ ജയിക്കാനാണ് സാധ്യത. ജയിക്കുവാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. UDF ആണ് ഇവിടെ അടുത്ത ഇലക്ഷന് ജയിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പൊ അങ്ങനെയാ ഇതിന്റെ ചേഞ്ച് ചെയ്താ പോകുന്നു. ഇപ്പൊ ഈ 10 വർഷമായിട്ട് ഭരണത്തിൽ ഒത്തിരി വ്യത്യാസമുള്ളത് കൊണ്ട് ജനങ്ങൾ ഒത്തിരി പേര് തിരിഞ്ഞ് വികസനം എല്ലാം മന്ദഗതി നിൽക്കുകയാണ്. അതാണ് ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾ മാറി ചിന്തിച്ചത്. അപ്പൊ അടുത്ത UDFനാണ് ഭരണം കിട്ടാനുള്ള സാധ്യത. ഈ ചെറിയ ജയിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയാണ് ജനങ്ങളുടെ കാഴ്ചപ്പാട്. അങ്ങനെ ഇവിടെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. പുള്ളിയോട് ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് പുള്ളി വർക്കിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടില്ല. നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ LDFന്റെ ഭരണ ബിരുദം കൊണ്ട് പുള്ളി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് എന്തുകൊണ്ടാണ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ LDFന്റെ കൊള്ളരായ്മ കൊണ്ടാണ് ജയിക്കുമെന്ന് പറയുന്നത്. ഇത്തവണ ഒരു 90 സീറ്റ് UDFന് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്? ഇപ്പം മറ്റേ ഭരണഘടനയോട് അതായത് LDFനോട് ഒരു ചെറിയൊരു അതൃപ്തി എല്ലാവർക്കും ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എന്നാണ് എന്റെ പ്രാർത്ഥന. ജയിക്കട്ടെ. ഇപ്പം മരണമൊക്കെ തിരിഞ്ഞു വരട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ LDF സർക്കാരിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതിനൊരു മാറ്റം വരുമെന്നുണ്ടെങ്കിൽ വരട്ടെ, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ജയിക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ പലതുള്ളതുകൊണ്ട് അതറിയാൻ വയ്യാത്തവരെ നമ്മുടെ കുട്ടനാട്ടിലെ എത്രയോ വികസനങ്ങൾ പുള്ളി ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും ഞങ്ങൾ ഇവിടുത്തെ മാർക്കറ്റിലെ UDF സ്ഥാനാർത്ഥി INTC-കാരായതുകൊണ്ടും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങളെല്ലാം ഉള്ളതുകൊണ്ടും മാത്രമാണ്. എന്താണ് അങ്ങനെ പറയുന്നത്? ജയിക്കും തീർച്ചയായിട്ടും 199% ഉറപ്പ്. എന്ന് വെച്ചാൽ LDF ഭരണത്തിന്റെ കാര്യക്ഷമത കൊണ്ട് തോമസിന്റെ ഭരണത്തെ പറ്റി പറയുവാണെങ്കിൽ വളരെ പരിതാപകരമാണ്.
പുള്ളി കുറേ ലൈറ്റ് വെക്കുന്നു. പുള്ളിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വോട്ട് ചെയ്തൊരു വ്യക്തിയാണ്, എങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ UDF ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇവിടുത്തെ മാർക്കറ്റ് അയൽവാസി ഒരു തൊഴിലാളിയുമാണ്. ജയിക്കാനാണ് സാധ്യത. കാര്യം ഈ മുൻ വർഷങ്ങളിൽ ഇപ്പം തോമസ് മത്സരിച്ചിട്ട് ഇവിടെ ഒരു പ്രയോജനമില്ല. ഈ അടുത്ത മുതലിൽ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല. ഇപ്പം റെജി ചെറിയാനാണെങ്കിൽ ഇപ്പം പുള്ളി ഒരു 2-3 വർഷമായിട്ട് ഇവിടെ വളരെ സ്വാധീനമായിട്ട് രംഗത്തുണ്ട്. അതുകൊണ്ട് വളരെയായിട്ടും ജയിക്കാൻ വളരെ സാധ്യതയുണ്ട്. പിന്നെ ഈ രംഗത്തെല്ലാം പുള്ളി വളരെ ആഴ്ചയായിട്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയ മേഖലയിലൊക്കെ. അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്ക് പുള്ളി ജയിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. ഉണ്ട്. അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം തോമസ് പുള്ളി എന്ന് പറഞ്ഞാൽ MLA എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല. ഒരു മേഖലയിലും പുള്ളി ഇറങ്ങി. ഇപ്പം ഈ ലാസ്റ്റ് മൂമെൻറ്റിലാണ് ഇപ്പം ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അറിയാം, ഇപ്പം എല്ലാവരും സമസ്ത മേഖലയിലും വെറുപ്പായി പുള്ളി ഇപ്പോഴും. അതും പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ MLA എല്ലാവർക്കും എതിർപ്പാണ്. കുഴപ്പമില്ലാത്ത ആളായിട്ടാണ് തോന്നുന്നത്. കുഴപ്പമില്ലാത്ത ആളായിട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത ആളെ? ഇവിടെ നല്ല സജീവമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നല്ലതായിട്ടാണ് തോന്നുന്നത്. ജയിച്ചു കയറാനുള്ള സാധ്യത ഉണ്ടോ? ഇവിടെ പിന്നെ ഒരു തരംഗം ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് കാണാൻ സാധ്യതയുണ്ട്, ജയിക്കാൻ സാധ്യതയുണ്ട്. വലിയ പാടാ. എന്തുകൊണ്ടാണ് വലിയ പാടെന്ന് പറയുന്നത്? ഇടതുപക്ഷം എന്റെ സ്ഥിരം സീറ്റില്ലേ, അതുകൊണ്ടാ വലിയ പാടെന്ന് പറയുന്നത്. ഞാൻ ഒരു പാട്ടിനും പെട്ട ആളല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ജയിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ LDFന്റെ തോമസ് എന്നിട്ട് ഇത്തവണ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അത് എൻ്റെ അഭിപ്രായമല്ല, പൊതുവെ ഒരു അഭിപ്രായമാണ് എൻ്റെ അത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സർക്കാരും വളരെ മോശമാണ് എൻ്റെ അത്. നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ കൂട്ടുകെട്ടും കാര്യങ്ങളും ആണ് എൻ്റെ അകത്ത്. നമ്മൾ ഇന്ന പാർട്ടി അനുഭാവിയൊന്നും അല്ല, എന്നാലും നമ്മുടെ ഒരു അനുഭവം പറ്റി നമ്മൾ പറയും എൻ്റെ അകത്ത്. കുട്ടനാട് ശരിക്കും എന്താണ് വേണ്ടത്? കുട്ടനാടെന്ന് പറഞ്ഞാൽ വഴികളെ, റോഡുകളെ, പിന്നെ നമ്മുടെ കുടിവെള്ളം, അതിൻ്റെ ഇതിനെല്ലാം പുറമോട്ടാണ് എൻ്റെ അകത്ത്. പല സ്ഥലങ്ങളിലും റോഡുകളും വഴികളും കുറവാണ് എൻ്റെ അകത്ത്. പുള്ളി ഒരു MLA ആയിട്ട് ഇങ്ങോട്ട് കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എൻ്റെ അകത്ത്. എന്നാലും അടുത്തൊരു വേറൊരു സ്ഥാനാർത്ഥി എന്നാണ് റെജി ചെറിയാൻ നല്ലൊരു വ്യക്തിയാണ് എൻ്റെ അകത്ത്. പുള്ളി എന്നാൽ ഒരു 90% ജയിക്കുമെന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ കാഴ്ചപ്പാടല്ല, മൊത്തത്തിൽ നമ്മുടെ കുറേ പെൺസിലുണ്ടല്ലോ, ആ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയാം. പൊതുവൊരു വികാരം അങ്ങനെയാണ്. കാരണം ത്രിതല പഞ്ചായത്ത് വരെ നമുക്കറിയാമല്ലോ. കഴിഞ്ഞോടെ കഴിഞ്ഞോടെ രമേശ് തന്നെ മാത്രമേ നമുക്ക് ഒറ്റ സീറ്റ് UDF കിട്ടിയുള്ളൂ. ഈ പഞ്ചായത്ത് എടുത്ത് നോക്കിക്കേ, കോർപ്പറേഷൻ എടുത്ത് നോക്കിക്കേ, എത്ര എണ്ണം കിട്ടി. അത് വരുമ്പം ആ ഒരു രീതിയിലാണെങ്കിൽ പുള്ളി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കൈപ്പത്തി ചിഹ്നമാണെങ്കിൽ ചിലപ്പോൾ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കൈപ്പത്തി ചിഹ്നം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിനോട് ആൾക്കാർക്ക് പൊതുവെ മോശം അഭിപ്രായമാണ്. നല്ലൊരു സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരം. ഞങ്ങൾ ഈ ന്യൂസൊക്കെ കാണുമ്പോഴത്തേക്ക് അതായത് നിർത്തുന്ന കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. എന്തുകൊണ്ടാണ് നല്ല ഒരു സംഭവം പറയുന്നത്? ഒരു പുതിയൊരു രീതിയിലേക്ക് പോകണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തോമസ് ചാണ്ടി ആയിരുന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വന്നപ്പോഴേ ആ രീതിക്കുള്ള പ്രവർത്തനം ഇച്ചിരി മോശമാണ്. അതേ ഉള്ളൂ. അതാണ് അതിൻ്റെ തോമസ് അല്ല ഇപ്പം നിൽക്കുന്നത്, MLA ആണ് നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ല. റെജി ചെറിയാൻ നിന്നാൽ നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് എല്ലാവരും കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജയിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സാധനങ്ങളെ വില, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ചാർജ്, എല്ലാ സാധനത്തിനും എന്ത് സാധനത്തിനും വിലയില്ലാത്ത രൂക്ഷമായ വിലക്കയറ്റം, സാധാരണക്കാരൻ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണുള്ളത്. ഒരുപാട് പിന്നെ ഇതിനടുത്തുള്ള പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് ബാധിക്കും. UDF 100 സീറ്റുകളും പിടിക്കും. റെജി ചെറിയാനെ കുറിച്ച് എന്താണ് പറയുന്നത്? നല്ല മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പൊതുപ്രവർത്തന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജയിക്കും. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ പ്രവർത്തനം കൊണ്ട്, നല്ല പ്രവർത്തനമുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തൊക്കെ പ്രവർത്തനമാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജയിക്കും നല്ല സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് ജയിക്കും. എന്തുകൊണ്ടാണ് ജയിക്കും എന്ന് പറയുന്നത്? പുള്ളിയുടെ ഒരു പ്രവർത്തന രീതി വേറെ ആയതുകൊണ്ടും മനുഷ്യനോട് ഇടപെടുന്ന രീതി വേറെ ആയതുകൊണ്ടും ജയിക്കാൻ സാധ്യതയുണ്ട്. എന്ത് പ്രവർത്തന രീതിയാണുള്ളത്? മനുഷ്യനോട് ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രവർത്തന രീതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടപെടാനുള്ള കഴിവ്. നിങ്ങൾ പരിചയമുണ്ടോ അദ്ദേഹത്തെ? പരിചയമൊന്നുമില്ല അദ്ദേഹത്തിന്. എനിക്കറിയാം അദ്ദേഹത്തിനെ കുറിച്ച് നല്ല ഇതാണ്. അറിയാം. പുള്ളിക്ക് ഇവിടെ നല്ല പിടിപാടുള്ളതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. ആർക്ക്? റെജി ചെറിയാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയും? പുള്ളി എല്ലാ മേഖലയിലും കുട്ടനാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. കുട്ടനാട്ടിലെ വികസനങ്ങളൊക്കെ എങ്ങനെയാണ്? കുട്ടനാട്ട് വികസനം ഇതുവരെയും കുടിവെള്ളമൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും ഇവിടെ കുഴൽക്കിണറിലെ വെള്ളമായി ടൗണിൽ കൊടുക്കുന്നു. ഇരുവല്ലായിന്ന് ഇപ്പം വെള്ളം കിട്ടുന്നുമില്ലല്ലോ. ഇവിടുന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ നീലേറ്റോറും പ്ലാന്റ്. പക്ഷെ അവിടുന്ന്
ഇവിടെ വെള്ളം ഇതുവരെ എത്തുന്നില്ല. ഒരു മാറ്റം ആവശ്യമാണെന്നാണ്. മാറ്റം ആവശ്യമാണ്, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല കുട്ടനാട്. ഞങ്ങൾ വോട്ട് ചെയ്യും, UDF വോട്ട് ചെയ്യത്തില്ല. ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം വോട്ട് ചെയ്യും, കോൺഗ്രസ്സുകാരെല്ലാം വോട്ട് ചെയ്യും UDF. എന്തുകൊണ്ടാണ്? എന്താ ഞങ്ങൾ കോൺഗ്രസിൽ വിശ്വസിക്കുന്നുണ്ട്. റജിയെ നേരിട്ട് കണ്ടിട്ടില്ല, കാണാനൊന്നും പറയാനൊക്കത്തില്ല. പ്രവൃത്തിയിൽ ഞങ്ങൾ കണ്ടു കഴിയുമ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഞങ്ങൾക്ക് കുറേ കൂടെ ആവേശം ഉണ്ടാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജയിക്കാനുള്ള സാധ്യത കാണും. എന്തുകൊണ്ടാണ് കാണുമെന്ന് പറയുന്നത്? മറ്റുള്ള ആൾക്കാരുണ്ട് ഉള്ളതുകൊണ്ട്, മറ്റുള്ള ആൾക്കാരുള്ളതുകൊണ്ട് കാണുമെന്ന് പറയുന്നത്. നിങ്ങളുടെ MLA എങ്ങനെയാണ്? എനിക്കറിയാൻ വയ്യ, എനിക്കിതേ പറ്റി ഒന്നും അറിയത്തില്ല. ഓക്കെ, നിങ്ങളൊരു ഇടതുപക്ഷ അനുയായിയാണോ? പിന്നെ എന്തുകൊണ്ടാണ് റെജി ജയിക്കുമെന്ന് പറയുന്നത്? അത് ഞാൻ പറഞ്ഞ നിങ്ങളോട് ഇപ്പൊ ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറയാന്നുള്ളതേ ഉള്ളൂ. കുട്ടനാടിനെ കുറിച്ച് അറിയുന്നത് ആറ്റിലെ ഒഴുക്ക് കൂട്ടാനുള്ള പ്രാപ്തിയുള്ള ഒരു നേതാവ് വളർന്നു വരണം. കുട്ടനാടിനെ കുറിച്ച് പഠിത്തമുള്ള ആളായിരിക്കണം, അത്രേ ഉള്ളൂ. കുട്ടനാടിൻ്റെ വളർച്ച, അങ്ങനെ വെള്ളപ്പൊക്കത്തിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അടഞ്ഞു കിടക്കുന്ന നിയമങ്ങളെ തുറന്നു കൊണ്ടുവരിക. കാലാകാലങ്ങളായിട്ട് ഓരോരുത്തരും മാറി മാറി വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്കിവിടെ ഗുണം പ്രത്യേകിച്ച് ഇടത്തോക്കാർക്കൊന്നുമില്ല. ആറ്റിലെ ഒഴുക്ക് കൂട്ടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്, ഒന്നും നടക്കുന്നില്ല. പറഞ്ഞല്ലോ, കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന് കുട്ടനാടിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ് MLA ആയിട്ട് ഇവിടെ വരാൻ. UDF മണ്ഡലമാണ്, ജയിക്കാറിയാൻ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞ ഇവിടെ UDF കാലാകാലങ്ങളായിട്ട് UDF ഭരണം ഉണ്ടായിട്ടുള്ളത്. കുടിവെള്ളമില്ല കുട്ടനാട്ടിൽ. അങ്ങനെ ഒരു സംഭവം കുട്ടനാട്ടിൽ ഇന്ന് വരെ ഉണ്ടായിട്ടേ ഇല്ല. പരിശ്രമമേ ഉള്ളൂ, അല്ലാതെ നടന്നിട്ടില്ല ഇന്ന് വരെ. കുട്ടനാട്ടിൽ കുടിവെള്ളം എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇല്ല. കുട്ടനാട്ടിൽ കുടിവെള്ളം കൊണ്ടുവരുന്ന ഒരു ആളായിരിക്കണം ഇവിടെ നിൽക്കുന്നത് അല്ലേ? കുട്ടനാട്ടിൽ കുടിവെള്ളം ഉണ്ടാകണം. നമുക്ക് ഒരു കാര്യം കാർഷിക മേഖലയിലാണെങ്കിലും മറ്റു പ്രശ്നങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കുട്ടനാട്ടിലുണ്ട്. ഇപ്പം നെല്ല് സംഭരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, കാർഷിക ഇടുന്ന 6 മാസം 1 വർഷം കഴിഞ്ഞാണ്. ഇതൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കുട്ടനാട്ടിലെ ജനതയെക്കുറിച്ച് ഒത്തിരി ആകുലതകളുണ്ട്. അത്തരം രീതിയിലേക്ക് ചെയ്യുന്ന ഒരാളാകണം. അതായിരിക്കണം കുട്ടനാടിൻ്റെ സാധാരണപ്പെട്ടവനെ കാണുന്ന ഒരാൾ വരണം. അതായത് ഇവിടെ നമ്മുടെ സാധാരണപ്പെട്ടവനെ താങ്ങായിട്ട് വരുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കുട്ടനാട് രക്ഷപ്പെടുത്തൂ. ജയിക്കണം. കുട്ടനാടിനെ അറിയാവുന്നതും കുട്ടനാടിന് വേണ്ടി പ്രവർത്തിക്കുന്നതുമായ ഒരു MLA നമുക്ക് ആവശ്യമാണ്. അതാരാണെങ്കിലും അത് ആവശ്യമാണ്. കുട്ടനാടിനെ അറിയണം, കുട്ടനാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കണം. ഇപ്പോഴത്തെ MLA എങ്ങനെയാണ്? ഇപ്പോഴത്തെ MLA കാണാനില്ല. MLA പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇവിടെങ്ങും വരാറില്ല. എന്തുകൊണ്ടാണ് വരാറില്ല? അപൂർവമായിട്ട് ഇവിടെയൊക്കെ കാണാറുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ അപൂർവമായിട്ട് കാണുന്നു എന്ന് പറയാം? അപ്പോൾ വികസനം എങ്ങനെയാണ്? വികസനം കൊണ്ട് പോരാ. വികസനം രണ്ടു കൂട്ടരും തുല്യ ശക്തരാണ്, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് അറിയത്തില്ല. കുട്ടനാടിന് എന്താണ് വേണ്ടത്? കുട്ടനാടിന്റെ അവസ്ഥ എന്താ? എവിടെയും ജയിക്കുന്ന മൈനോറിറ്റി വോട്ടുകൊണ്ടാണ്. ആ മൈനോറിറ്റി ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കും. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? UDF സീറ്റ് ആയതുകൊണ്ട്. UDF ആണ് കൂടുതൽ ഇവിടെ ഉള്ളവർ. സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് സാധ്യത ഉണ്ടെന്ന് പറയുന്നത്? അത് അങ്ങനെ പറയാൻ നിൽക്കും. UDF ഞങ്ങൾ UDF അതുകൊണ്ട് പറയും ജയിക്കും. എന്തുകൊണ്ടാണ്? എന്താണ് വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജയിക്കാം. ആൾക്കാർ വോട്ട് ചെയ്യുക. ആരാണ് വികസന പ്രവർത്തനം എവിടെയുണ്ടോ അവിടെ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കും. ഇവിടെ കുട്ടനാടിന് എന്താണ് വേണ്ടത്? കുട്ടനാട് വികസനം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ മെയിനായിട്ടുള്ളത് ഈ തോടുകൾ. കർഷകർക്ക് ഏറ്റവും അത്യാവശ്യം തോടാണ്. ആ തോടിലെ പോള നിർമ്മാർജ്ജനം ചെയ്യുക, 2ാം ഘട്ടമായിട്ട് റോഡുകൾ വികസിപ്പിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുട്ടനാടിന് വികസനമാകും. പുറം ബണ്ടുകൾ ഉണ്ടായിരിക്കണം. ഏത് പാടശേഖരങ്ങൾക്ക് പുറം ബണ്ട് ഉണ്ടാകണം. അത് വളരെ അത്യാവശ്യമാണ്. അത് പുറം ബണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പുറം ബണ്ട് വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ നോക്കും, ഒരു ഘടകം. പിന്നെ പുറം ബണ്ട് താമസിക്കുന്ന ഒത്തിരി കർഷകരും കർഷക തൊഴിലാളികളുമുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം നല്ലതാകണമെങ്കിൽ ഇങ്ങനൊരു പ്രവണത ഉണ്ടാകണം. പുറം ബണ്ട് വിലപ്പെടുത്തുക, പുറം റോഡ് ഉണ്ടാകണം. പ്രത്യേകിച്ച് ആൾക്കാർ പോവുകയും വരാനുള്ള അത്യാവശ്യമാണല്ലോ, അതുണ്ടാകണം. ഇതെല്ലാം അത്യാവശ്യമായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടനാടിൻ്റെ വികസനം നമുക്ക് പ്രതീക്ഷിക്കാം. കുട്ടനാട് മണ്ഡലത്തിൽ റെജി ചെറിയാൻ മത്സരിച്ചാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. നന്ദി, നമസ്കാരം.